വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം, അധ്യായം 11, 20 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. അനുദപിക്കാത്ത നഗരങ്ങൾ. യേശു താൻ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച നഗരങ്ങൾ മാനസാന്തരപ്പെടാഞ്ഞതിനാൽ അവയെ ശാസിക്കാൻ തുടങ്ങി. കൊറാസീൻ, നിനക്ക് ദുരിതം! ബെത്സൈദ, നിനക്ക് ദുരിതം! നിന്നിൽ നടന്ന അത്ഭുതങ്ങൾ തൈറിലും സീദോനിലും നടന്നിരുന്നെങ്കിൽ അവ എത്ര പണ്ടേ ചാക്കുടുത്ത് ചാരം പൂശി അനുദപിക്കുമായിരുന്നു. വിധി ദിനത്തിൽ തൈറിനും സീദോനും നിങ്ങളെക്കാൾ ആശ്വാസമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കഫർനാമേ, നീ സ്വർഗം വരെ ഉയർത്തപ്പെട്ടുവെന്നോ? പാതാളം വരെ നീ താഴ്ത്തപ്പെടും. നിന്നിൽ സംഭവിച്ച അത്ഭുതങ്ങൾ സോദോമിൽ സംഭവിച്ചിരുന്നെങ്കിൽ അത് ഇന്നും നിലനിൽക്കുമായിരുന്നു. ഞാൻ നിന്നോട് പറയുന്നു, വിധി ദിനത്തിൽ സോദോമിന്റെ സ്ഥിതി നിന്റേതിനേക്കാൾ സഹനീയമായിരിക്കും. പ്രവർത്തനവും പ്രതികരണവും ആനുപാതികവും തുല്യവുമായിരിക്കും. ഒരു വിശകലനം. ഇന്ന് ഭൗതിക ലോകത്തിൽ പരക്കെ അംഗീകരിക്കപ്പെടുന്ന ഒരു തത്വമാണല്ലോ ശാസ്ത്രലോകത്തിലെ ഒരു പ്രതിഭ എന്ന നിലയിൽ അറിയപ്പെടുന്ന ഐസക് ന്യൂട്ടന്റെ ദി തേർഡ് ലോ ഓഫ് മോഷൻ എന്ന രീതിയിൽ അറിയപ്പെടുന്ന ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ആർ ഓപ്പോസിറ്റ് ആൻഡ് ഈക്വൽ എന്ന് പറയുന്ന നിയമം. പ്രവർത്തനവും പ്രതികരണവും എതിർദിശയിലുള്ളതും തുല്യവുമായിരിക്കും എന്നതാണ് ഐസക് ന്യൂട്ടന്റെ നിയമം. ഈ നിയമത്തിന് മറ്റൊരു വശം കൂടി ഉള്ളത് യേശുക്രിസ്തു ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് എന്ന് വേണം വിചാരിക്കാൻ. ആ വശം ഇങ്ങനെ നമുക്ക് കാണുന്നതിൽ തെറ്റില്ല. ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ആർ പ്രൊപ്പോർഷനേറ്റ് ആൻഡ് ഈക്വൽ. ന്യൂട്ടൺ ആർ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞു എന്ന് വരികയിൽ അതിന്റെ മറ്റൊരു വശമാണ് പ്രൊപ്പോർഷനേറ്റ്. പ്രവർത്തനവും അതിനോടുള്ള പ്രതികരണവും ആനുപാതികവും തുല്യവുമായിരിക്കും. ഇതാണ് ആ നിയമത്തിന്റെ മറ്റൊരു വശം. ഈ തത്വം നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് ഇന്നത്തെ സുവിശേഷം എന്ന് വേണം കരുതാൻ. അന്ന് നിലവിലിരുന്ന ചില സ്ഥലങ്ങളെയും ആ സ്ഥലത്തിൽ വസിക്കുന്ന ആളുകളെയും അഭിസംബോധന ചെയ്ത് യേശുക്രിസ്തു ഇന്നത്തെ സുവിശേഷത്തിൽ വളരെ ശക്തമായ ഭാഷയിൽ പറയുകയാണ്, നിങ്ങൾക്ക് ലഭിച്ച അവസരങ്ങളും ആ അനുകൂലമായ സാഹചര്യങ്ങളും അനുഗ്രഹപ്രദമായ ചുറ്റുപാടുകളും പരിഗണിച്ചുകൊണ്ട് നിങ്ങൾ ഫലപ്രദമായി പ്രവർത്തിക്കേണ്ട വ്യക്തികളായിരുന്നു. കൂടുതൽ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കേണ്ട രാജ്യങ്ങളായിരുന്നു നിങ്ങൾ. പക്ഷേ നിങ്ങൾക്ക് ലഭിച്ച അനുകൂലമായ സാഹചര്യങ്ങളും അനുഗ്രഹപ്രദമായ ചുറ്റുപാടുകളും നിങ്ങൾ വേണ്ടത്ര ഉപയോഗിക്കാൻ ഇടവരാതെ അത് ഉപയോഗശൂന്യമാക്കി എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ എന്തുമാത്രം നിങ്ങൾ ഉപയോഗശൂന്യമാക്കിയോ അതിന് ആനുപാതികമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ കഠിനമായ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും എന്നുള്ളതാണ് സുവിശേഷത്തിന്റെ ശക്തമായ പ്രമേയം.